ഗൃഹോപകരണങ്ങളടങ്ങിയ കാർഗോയിലാണ് MDMA എത്തിയതെന്ന് മലപ്പുറം SP. ₹1 കോടി വിലമതിക്കുന്ന ലഹരിയാണ് കരിപ്പൂരിൽ പിടിച്ചെടുത്തത്. മട്ടാഞ്ചേരി കേസുമായി ബന്ധപ്പെടുത്തിയാകും ഈ കേസിലും അന്വേഷണം പുരോഗമിക്കുക. ആഷിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താലേ കേസിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂവെന്നും മലപ്പുറം SP R. വിശ്വനാഥ് പറഞ്ഞു. ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മാനസ സിൽക്സ് ആൻഡ് സാരീസ്, മെയിൻ റോഡ്, ചെമ്മാട്. സാധാരണ കാർഗോ എന്ന നിലയിൽ തന്നെയാണ് MDMA അടങ്ങിയ പാഴ്സൽ എയർ കാർഗോ വഴി എത്തിയത്. ഗൃഹോപകരണങ്ങളാണ് കാർഗോയിലുണ്ടായിരുന്നത്. ഇവയ്ക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. ചെന്നൈ വിമാനത്താവളം വഴി വന്ന കാർഗോ അഡ്രസ്സിൽ ആളില്ലാത്തതിനാൽ ആദ്യം ഡെലിവർ ചെയ്തിരുന്നില്ല. 2 ദിവസം മുൻപാണ് ഡെലിവർ ചെയ്തത്. ആഷിഖ് തന്നെ ഒമാനിൽ നിന്ന് അയച്ച ശേഷമായിരിക്കും നാട്ടിൽ വന്നിട്ടുണ്ടാകുക എന്നാണ് നിഗമനമെന്ന് SP R. വിശ്വനാഥ് പറഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് നമുക്ക് ഡിറ്റക്ഷൻ ആയിരിക്കുന്നത്. അറൗണ്ട് 1.6 കിലോഗ്രാം MDMA ആണ് നമുക്കിപ്പം സീഷർ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ FIR രജിസ്റ്റർ ആയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടൊരു മട്ടാഞ്ചേരി കേസിലെ പ്രതി മിസ്റ്റർ ആഷിഖ്, അയാൾക്ക് വന്നിരിക്കുന്ന ഒരു കൺസൈൻമെൻറ്റ്, ഒരു കാർഗോ കൺസൈൻമെൻറ്റ് കഴിഞ്ഞ ദിവസം അയാളുടെ വീട്ടിൽ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകി റെയ്ഡ് നടത്തിയതിനകത്ത് കിട്ടിയിരിക്കുന്ന ഡിറ്റക്ഷനാണത്. അതിൽ ഇപ്പോൾ ഇത്രയും ഒരു മേജർ ക്വാണ്ടിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. ആ കേസിനകത്തും അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഴ്സ് എന്നുള്ള രീതിയിലാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കണമെങ്കിൽ ആഷിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. നിലവിൽ ആഷിഖ് മട്ടാഞ്ചേരി ലഹരി കേസിൽ റിമാൻഡിലാണ്. അതേ കേസുമായി ബന്ധപ്പെടുത്തിയാകും ഈ കേസിന്റെയും അന്വേഷണം പുരോഗമിക്കുക. കരിപ്പൂർ പോലീസിനാണ് അന്വേഷണ ചുമതല. ഫോൺ റെക്കോർഡുകൾ അടക്കം പരിശോധിച്ച ശേഷം കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതും അറിയാൻ സാധിക്കുമെന്നും SP R. വിശ്വനാഥ് പറഞ്ഞു. ആളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ഇതിന്റെ ചുറ്റുകളെല്ലാം നമുക്ക് കഴിക്കേണ്ടതുണ്ട്. ഇല്ല, ആഷിഖിനെ നമ്മൾ പിടികൂടിയിട്ടില്ല ഈ കേസിനകത്ത്. ആഷിഖ് ഓൾറെഡി റിമാൻഡിലാണ്. ആഷിഖിൻ്റെ വീട്ടിലേക്ക് വന്ന പാർസലാണ്. മലപ്പുറത്ത് നമുക്ക് കേസുകൾ സോഫാർ നമ്മുടെ കണക്കുകൾ കാണുന്നില്ല. ഇതിൽ വേറൊന്ന്, ഈ വിദേശ പൗരന്മാർ, പ്രത്യേകിച്ച് ഒമാൻ പൗരന്മാർക്ക് ഇതിൽ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കേരള പോലീസിനെ ഒമാൻ പൗരന്മാരെ കൊണ്ടുവരാനോ ഈ ഇതിൽ പ്രതി ചേർക്കാനോ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് അന്വേഷണത്തിൽ വെളിവാകുന്ന തെളിവുകളുടെ മുറയ്ക്ക് നമുക്ക് അസിസ്റ്റന്റ് ട്രീറ്റുകളോ അല്ലാണ്ട് അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കണം. ഇത്തരം ഉറവിടങ്ങൾ തേടിയുള്ള അന്വേഷണം ഓപ്പറേഷൻ D100 ശക്തമാക്കുക. തീർച്ചയായിട്ടും ഇത് ഓപ്പറേഷൻ D100 പ്രൈമറി ഭാഗമാണ്. അതുകൊണ്ടാണ് വിവിധ ജില്ലകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള എഫേർട്സാണ്. അപ്പോൾ റിഗാർഡ്ലെസ് ഓഫ് വേർ യു ഡിറ്റക്റ്റ് എല്ലായിടത്തുനിന്നുമുള്ള ഇൻഫർമേഷൻ ഷെയറിങ്ങും അത് ADGP ലോ ആൻഡ് ഓർഡറിൻ്റെ സ്പെസിഫിക് ഡയറക്ഷൻ പ്രകാരമാണ് ഈ വർക്കുകളെല്ലാം നടക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്തതായും SP വ്യക്തമാക്കി. മട്ടാഞ്ചേരി ലഹരി കേസിൽ മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത ആഷിഖിന്റെ വീട്ടിൽ നിന്നാണ് 1.5 കിലോ MDMA പിടിച്ചെടുത്തത്. മട്ടാഞ്ചേരിയിലും ലഹരി എത്തിച്ച സോഴ്സ് ആഷിഖാണെന്ന് പോലീസ് പറയുന്നു. കേരള വിഷൻ, കൊണ്ടോട്ടി.